ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. ഇപ്പോൾ ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഇനി ചായ വയ്ക്കണം, എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം, ചോറ് വയ്ക്കണം, ഇഷ്ടം പോലെ പണികൾ നടക്കുന്നുണ്ട്. മാവയൊക്കെ എണീറ്റിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ എത്രയാണെന്നറിയാം? 9 മണി. ഉറക്കക്ഷീണം മാറിയിട്ടില്ല. 9 മണി വരെ ഉറങ്ങിയിട്ട് ഉറക്കക്ഷീണം മാറിയിട്ടില്ലേ കുട്ടികൾക്ക്? എത്ര ഉറങ്ങിയാലും മതിയാവാത്ത ആൾക്കാർ. അപ്പോൾ ഇനി അടുത്ത ജോലി വാവയ്ക്ക് മാളുവിന് മിറ്റടിക്കൽ, എനിക്ക് അടുക്കളപ്പണി. ഓക്കെ. അപ്പോൾ കാലത്ത് എണീറ്റ് വരുന്ന സമയമാണ് കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്. ഞാൻ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഒന്നും നടന്നില്ല. ഇന്നലെ വൈകിട്ട് നല്ല തലവേദനയായിരുന്നു കേട്ടോ. പിന്നെ എണീക്കാനൊരു സുഖം ഉണ്ടായില്ല. നല്ല ബാക്ക് പെയിൻ ആയിരുന്നു. അത് കണ്ട മാളുവാവിയും തൊട്ടി കെട്ടിയിരിക്കണതാണ് കേട്ടോ, അവർ കാടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ എന്താ കുട്ടനോട് ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ചായ വയ്ക്കാം നമുക്ക്. ചായ വയ്ക്കാനുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ചായ വയ്ക്കാം. ഗ്യാസിൻ്റെ മുകളിലേക്ക് ഇന്നലെ മാളന്തി അവിടെ വകയായിരുന്നു കേട്ടോ അടുക്കള. ഞാൻ ഫുഡ് കഴിക്കണേക്ക് മുന്നേ അവർ ഒപ്പം കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് അവർ കഴിക്കാൻ വന്നില്ല. അപ്പോൾ തുടച്ചിടാൻ പറഞ്ഞിട്ട് അവർ വൃത്തിയില്ലാണ്ട് തുടച്ചിട്ടൊക്കെ ശരിയാവുന്നില്ല. അപ്പം ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ക്ലീൻ ചെയ്തതാണ്. അപ്പം ചായയും ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നൂൽപുട്ട് ഉണ്ടാക്കി കറി എന്താ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ കടലയൊക്കെ വെള്ളത്തിലിടണം വിചാരിച്ച ഒന്നും വെള്ളത്തിലിട്ടില്ല. ഇപ്പോൾ മാളൂസ് ഇവിടെ മിറ്റടിക്കുന്നുണ്ട്. മാളുവിൻ്റെ സൈഡാണ് കേട്ടോ ഈ ബാക്ക് സൈഡ്. നടു മാത്രമേ അടിക്കുള്ളൂ കേട്ടോ, ബാക്കിയുള്ള സ്ഥലമൊന്നും അടിക്കില്ല. എന്നാൽ ബാക്കിയുള്ള സൈഡൊക്കെ ഞാൻ അടിക്കണം, അതൊക്കെ എനിക്കുള്ള പണിയാണ്. ഇന്നലെ വൈകിട്ട് തുണികൾ തോരിയിട്ടതാണ് കേട്ടോ, ഉണങ്ങിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് എടുത്തു വെച്ചിട്ടില്ല. വാവയുടെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ. പല്ല് തേക്കാൻ പോവാ. എൻ്റെ ബനിയനാണ് ഇട്ടേക്കണത്, കണ്ടില്ലേ? എത്ര പറഞ്ഞാലും കേൾക്കില്ല. എൻ്റെ ഡ്രസ്സ് മാത്രമേ എടുത്തോടുള്ളൂ. ചെരുപ്പ് വിൽക്കാൻ പോകുന്നുണ്ട്, ചെരുപ്പ്. ഞാനും പല്ല് തേക്കാൻ പോവാണ് കേട്ടോ. പല്ല് തേച്ചിട്ടില്ല. സമയം 9:30 ആയി കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്. കാലത്ത് നേരത്തെ എനിക്ക് കുളിച്ച് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ച ആളാണ് ഞാൻ. നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാം കേട്ടോ ഇന്ന്. ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാം. നൂൽപുട്ടും ഉരുളക്കിഴങ്ങും സവാളയും കൂടി മസാലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. കോഴിമുട്ട വേണ്ടെങ്കിൽ കോഴിമുട്ട കൂട്ടാൻ വയ്യ, മടുത്തു കോഴിമുട്ട. അവിടെ മുറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടാണൊന്ന് ചൂലെടുത്തേക്കണത്. 2 മിറ്റടിക്കാൻ കുറച്ച് അടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ മാങ്ങയൊക്കെ ഇങ്ങനെ നിറയെ വീഴ് കാരണം കൊണ്ട് എത്ര അടിച്ചാലും അടിച്ച പോലെ തോന്നില്ല കേട്ടോ. അപ്പോൾ മിറ്റടിക്കട്ടെ. പിന്നെ നമുക്ക് കറി വയ്ക്കാനുള്ളത് സെറ്റാക്കണം, നൂൽപുട്ട് ഉണ്ടാക്കണം, ചോറ് വയ്ക്കണം. ഇന്നലത്തെ ചോറ് കുറച്ചിരിക്കുന്നുണ്ടത് തിളപ്പിച്ച് വളർത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേ ചോറ് വയ്ക്കുള്ളൂ. ചെടികളിലൊക്കെ വെള്ളം ഒഴിക്കണം. ഇന്നലെ വൈകിട്ട് ചെടി നനച്ചിട്ടില്ലല്ലോ. നൂൽപുട്ടിന് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂട് മാറട്ടെ കേട്ടോ, അല്ലെങ്കിൽ നല്ല ചൂടായിട്ട് കുഴയ്ക്കാൻ പാടാം. നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നൂൽപുട്ടിന് കറി ഇല്ലാതെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലാന്നേ. അപ്പോൾ ചായ നമുക്ക് 4 പേർക്കുള്ള ചായയാണ് കേട്ടോ. പൊടി ഇവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം കുറച്ച് ചൂടാറാണ്ട് കുഴയ്ക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ചൂടാണ്. തിളച്ചതല്ലേ, ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ചായ കുടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ചായ കുടിക്കുകയാണ്. ഒപ്പം ചിപ്സ് കൊടുത്താൽ കഴിക്കാൻ. അമ്മയൊക്കെ ചായ കുടിക്കാൻ കേട്ടോ. ബാബു അമ്മയും ചിപ്സ് കഴിക്കാൻ കേട്ടോ. നമ്മുടെ ജോലി ഇവിടെ പടയുണ്ട്, എന്തിനാ അറിയില്ല, നിർത്തോക്കാം.
എന്താ ജുൽമണിയെ? എന്താണ്? എന്തോ ഉണ്ട്, എന്തോ കണ്ടുണ്ട് മേലെ കയറി. നൂൽപുട്ടിൻ്റെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ് അതാ ഉരുളക്കിഴങ്ങ് നുറുക്കുകയാണ്. പിന്നെ നമുക്ക് നൂൽപുട്ട് പരത്താം. ആദ്യം ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് എടുത്താൽ കിട്ടുന്നത് പാടായിരിക്കും. കേട്ടോ, കുറച്ച് എണ്ണ തടവിയിട്ട് എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പൊടി എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല. പുട്ടിന് നല്ല സോഫ്റ്റാണ്. അമ്മ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. പാത്രം കണ്ടവിടെ, ഇത് അടുക്കളയല്ലേ, അടുക്കളയിൽ ഇപ്പോൾ പാത്രം കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ. പാത്രമല്ല, സോപ്പ്. ഇപ്പോൾ ഗൈസ് അമ്മ നൂൽപുട്ട് പരത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കാണ്. മാവൊക്കെ ഇതിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിത് പിടിക്കുമ്പോൾ പക്ഷെ നല്ല ബലാട്ടോ. ഇത് എങ്ങനെ അമ്മ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ തിരിക്കുമ്പോൾ തന്നെ എന്ത് ബല. എന്നിട്ട് ഞാൻ വയറിലേക്ക് വെച്ച് ബനിയനിൽ വെച്ചിട്ട് ബനിയ മറ്റേതിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ആക്കാറുള്ളത്. ഗൈസ്, ഇന്ന് നൂൽപുട്ടിൻ്റെ കറി ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സബോളയും തക്കാളിയും 2 പച്ചമുളകും വേണം, 3 സബോളയും വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിക്കണം. ഓക്കെ, പിന്നെ തേങ്ങയുണ്ട്. അപ്പോൾ ഗൈസ്, ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളകും കൂടി വേവിക്കണം കേട്ടോ. പിന്നെ തക്കാളി വേണം. പുട്ടിനുള്ളത് ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നൂൽപുട്ട് ആകുമ്പോഴേക്കും നമുക്ക് കറി സെറ്റ് ആക്കണം കേട്ടോ. ഉള്ളിയും സവോളയും തക്കാളിയും കൂടിയിട്ട് വേവിച്ചിട്ട് കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് പച്ചമുളക് കുഞ്ഞ് മസാലക്കറി പോലെ വയ്ക്കാനാണ്. നൂൽപുട്ടാകുമ്പോഴേക്കും അതാവട്ടെ. വെള്ളം വേണമെങ്കിൽ അമ്മ തേങ്ങ പൊതിക്കാരോ. മാളു. ഇപ്പോൾ ഗായ്സ് അമ്മ തേങ്ങ പൊതിക്കും. വെള്ളം കിട്ടി, ഞങ്ങൾക്ക് വെള്ളം കിട്ടി. നിങ്ങൾ മോന്താൻ പോവാണ്, കുടിക്കാൻ പോവാണ്. ഓക്കെ, ബാ. ഇപ്പോൾ വാവത കുടിക്കാൻ കേട്ടോ. കുറച്ച് കുടിച്ചാൽ മതി കേട്ടോ. ഞാൻ കുടിക്കാത്ത ഗൈസ്, ഇപ്പോൾ നമ്മുടെ നൂൽപുട്ട് ഇവിടെ ആവി പരത്തുന്ന നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് ചൂടാറാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്കുള്ള തേങ്ങ അരച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ജീരകം, കുറച്ച് കുരുമുളക് പൊടി ഈ ചേർക്കും. അതിലേക്ക് കുറച്ച് മുളക് പൊടി, എരിവ് അധികം ഉണ്ടാകുന്നു. തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ, സിമ്പിൾ കറി. കുറച്ച് മല്ലിപ്പൊടി അധികം ഇടണം കേട്ടോ. ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ചല്ല കൂടുതൽ, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് അത്രയ്ക്കും നല്ല എരിവ് കൂടി. അത്രേ ഉള്ളൂ കേട്ടോ. അത്ര ഇട്ടിട്ട് ഇനി കുറഞ്ഞ് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് ചുമ്മാ ഒരു തട്ടിക്കൂട്ട് മസാലക്കറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ചുമ്മാ ഒരു കറി, എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തേങ്ങ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് മസാലക്കറിയിൽ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തിളക്കട്ടെ.
ഉപ്പുണ്ടോണാവോ? അതിനല്ലേ അവിടെ നിൽക്കുന്നത്. മുഞ്ചി ഗൈസ്, എനിക്ക് തന്നില്ല കറി. കടുക് വറുത്തിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ, മസാലക്കറി. ഇപ്പം നമ്മുടെ മസാലക്കറി സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കുളിക്കട്ടെ, കുളിച്ച് വന്നിട്ട് ചായ കുടിക്കാം. ഇല്ലേ, വാഷ് ബേസിനിൽ ഇനി സ്ഥലം ബാക്കിയില്ല. ഈ പാത്രങ്ങൾ ചൂരമീനുണ്ട്, അത് വറക്കാൻ വേണ്ടി വെക്കട്ടെ. ഇന്നലെ വൈകിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടെന്താ. അപ്പം എനിക്ക് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി, ഇതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീര്, കുറച്ച് മതി കേട്ടോ, നല്ലോണം വേണ്ട. ഇത് കുറച്ച് വലിയ നാരങ്ങ, അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വറുക്കാനുള്ളതാണ്, നേരെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ നോക്കിയത് അങ്ങനെ വൃത്തിയില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് തന്നേക്കണം കേട്ടോ. പിന്നെ അപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തിരുമ്മിനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വറുക്കാട്ടെ. കുറച്ച് ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല എരിവും ഉപ്പുമൊക്കെ നന്നായിട്ട് വേണം, എന്നാലാണ് എനിക്ക് മീൻ വറുത്തതാണെങ്കിലും എന്ത് കറിയാണെങ്കിലും എരിവും ഉപ്പും മുളകൊക്കെ നന്നായിട്ട് വേണം കേട്ടോ, എന്നാലും എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ മീൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒന്ന് കുളിക്കട്ടെ, കുളിച്ച് വന്നിട്ട് വേണം ചായ കുടിക്കാൻ. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ചായ ഇവിടെ അടച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. ചായ ഇപ്പോൾ കാലത്ത് ഒരു കപ്പ് ചായ കുടിച്ചു. ഇനി അടുത്ത് എന്തെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ചായയാണ് അവിടെ അടച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം കുളിച്ചിട്ട് വരാം. ഇപ്പോൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇന്നലെ കാണാൻ പോകാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും ഒന്ന് സൺഡേ അല്ല, പിന്നെ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പതിവ് പരിപാടി ചെയ്താലോ. അപ്പോൾ കുളിച്ചു, പതിവ് പോലെ പൊട്ടൻ ചന്ദനം കുങ്കുമം തൊട്ടു കേട്ടോ. എല്ലാവരും എൻ്റെ ചന്ദനത്തിന് എല്ലാവരും ഫാൻസുകാരാണ് കേട്ടോ. കുറേ പേര് നമ്പൂതിരിക്കുട്ടിയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു പൊട്ടൻ ചന്ദനം തൊടൽ അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അതിനാരും കളിയാക്കിയിട്ട് കാര്യമില്ല. അത് ഞാൻ ചന്ദനം തൊടാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ ചന്ദനം ഉണ്ടാവും കേട്ടോ. അത് ഒരു സ്ഥിരം പതിവാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 12:15 കേട്ടോ. കാലത്തെ ഫുഡ് ഇത്ര നേരം കഴിച്ചിട്ടില്ല. കാലത്തെ ഭക്ഷണം നൂൽപുട്ടും മസാലക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ പിന്നെ ഇപ്പോൾ കഴിച്ച് ഇനി രാത്രി ആയിട്ടോ കഴിക്കുള്ളൂ. ഉച്ചത്തെ ഫുഡൊന്ന് ഗോവിന്ദയാണ്. അതാണ് എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വയ്യായും കാര്യങ്ങളൊക്കെ വരണമെന്ന് എല്ലാവരും പറയും. അത് സത്യമാണ് കേട്ടോ. ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിൽ ഞാൻ എപ്പോഴും കുറച്ച് ബാക്കിലേക്കാണ്. ഇത്രയും സമയമായില്ല, ഇത്ര നേരം കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ കാലത്ത് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നൂൽപുട്ടും മസാലക്കറിയും റെഡിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. അതുകൊണ്ട് വാവയ്ക്ക് ബീഫ് കഴിച്ചിട്ട് ചെറിയൊരു അലർജി പ്രോബ്ലം വന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ പോയിട്ട് അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പം ഒരു ദിവസം എടുക്കാം കേട്ടോ, ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.